الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وحاجه قومه قال أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي وسع ربي كل شيء علما أفلا تذكرون وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം അൻആമിലെ 80, 81, 82 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വമായ ഏകദൈവ ആരാധനയുടെ ആവശ്യകത തൻ്റെ പിതാവിനും ആ നാട്ടിലെ ജനങ്ങൾക്കും അവിടുത്തെ രാജാവിനും വ്യക്തമായി പഠിപ്പിക്കുന്നതിനും അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ച ഒരുപാട് മാർഗങ്ങൾ പ്രബോധകർക്ക് എന്നും മാതൃകയാകുന്ന നിലയിൽ വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളിലായി പരന്നു കിടക്കുന്നുണ്ട്. അതിൽ
ഈ സൂറത്തുൽ അൻആമിലെ 74 മുതൽ 82 വരെയുള്ള വചനങ്ങൾ ആ രൂപത്തിൽപ്പെട്ട വചനങ്ങളാണ്. തൻ്റെ പിതാവിനോടും ജനങ്ങളോടുമൊക്കെ ഏകദൈവ ആരാധനയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രാധാന്യം എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകാത്ത നിലയിൽ ബുദ്ധിശൂന്യമായ രൂപത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ തൻ്റെ പിതാവ് കൈകൊണ്ട് ഉണ്ടാക്കുന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെ ആരാധിക്കുന്നത് എന്ന ചിന്ത, അതിലൂടെ അള്ളാഹുവിലേക്ക് എത്തുന്ന അവസ്ഥ, അതാണ് ഈ വചനങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് മുഴുവനും. കൃത്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നക്ഷത്രം ഉദിച്ചപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ റബ്ബ്. വളരെ ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ്. ഫലമ്മ അഫല, അത് അസ്തമിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അങ്ങനെ ഉദിച്ചിട്ട് അസ്തമിച്ചു പോകുന്നവരെ എനിക്കിഷ്ടമല്ല. അങ്ങനെ ചന്ദ്രൻ ഉദിച്ചു. ചന്ദ്രൻ ഉദിച്ച സന്ദർഭത്തിൽ ചന്ദ്രനിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഖമറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ റബ്ബ്. ചന്ദ്രനും പോയി. അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവരുടെ ചിന്തയെ തട്ടി ഉണർത്തുന്ന നിലയിൽ അവരോട് പറഞ്ഞത് ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാല്ലീൻ. ഇനി ഇത്തരം മണ്ടത്തരമുള്ള വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത്, ഇതിന്റെ ശരിയായ രൂപം എങ്ങനെയാണ് എന്ന് എൻ്റെ റബ്ബ് എനിക്ക് മാർഗദർശനം നൽകിയിട്ടില്ല എങ്കിൽ ഞാൻ വഴിപിഴച്ച ജനങ്ങളിൽ പെട്ടുപോകുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞു. സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ വലിയ വെളിച്ചവും പ്രകാശവും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് എൻ്റെ റബ്ബ്, ഇത് ഏറ്റവും വലിയ റബ്ബാണ്. എന്നുവെച്ചാൽ സൂര്യനുള്ള വെളിച്ചമുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോഴേ നമ്മളുടെ സ്ഥിതിവിശേഷം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഹാദാ റബ്ബി ഹാദാ അക്ബർ. അങ്ങനെ അതും അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് വെക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഞാൻ ഈ പണിക്കില്ല, ഇതൊന്നും റബ്ബാകാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് പറഞ്ഞു ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. അവരുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കുകയാണ്. ഇതൊന്നും പറ്റുന്നില്ല, പിന്നെ പറ്റുന്നത് ആരാണ്? ആകാശങ്ങളെയും ഭൂമിയെയും ഇതിനെയൊക്കെ സൃഷ്ടിച്ച എൻ്റെ റബ്ബിന്റെ നേർക്ക് ഞാനിതാ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു, ഇനി ഞാൻ അങ്ങോട്ടാണ് തിരിയുന്നത്. നമ്മൾ നമസ്കാരത്തിൽ കൈകെട്ടിയിട്ട് ആദ്യം ഓതുന്ന ഒരു പ്രതിജ്ഞയാണല്ലോ ഇത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ. ഒരു തരത്തിലുള്ള വളവും വക്രതയും ഒന്നുമില്ലാതെ നേർക്ക് നേരെ ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഇതാ തിരിച്ചിരിക്കുന്നു, എൻ്റെ മുഖത്തെ ഞാൻ അള്ളാഹുവിലേക്ക് തിരിയുകയാണ്, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ആ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ അവർ ഇബ്രാഹിം നബിയുമായി തർക്കിച്ച ആ തർക്കത്തിനുള്ള മറുപടി, അവരോട് ചില ചോദ്യങ്ങളും ചില മറുപടികളുമൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്നതാണ് ഈ 80, 81, 82 വചനങ്ങൾ. വഹാജ്ജഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് തർക്കിച്ചു. ഖാല, ഇബ്രാഹിം നബി ചോദിച്ചു അതുഹാജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാൻ, ഏതാണ് നേരായ മാർഗം എന്ന് എനിക്ക് കാണിച്ചു തന്ന, എനിക്ക് ഹിദായത്ത് നൽകിയ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയോ? വലാ അഖാഫു മാ തുശ്രികൂന ബില്ലാഹ്, അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കുന്ന ഒന്നിനെയും എനിക്ക് പേടിയില്ല, ഒരു വസ്തുവിനെയും എനിക്ക് ഭയമില്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന എന്താണോ അതിനെ ഒന്നിനെ എനിക്ക് ഭയമില്ല. ഇല്ലാ യശാ റബ്ബി ഷൈഅ, എന്തെങ്കിലും എനിക്ക് ബാധിക്കണമെങ്കിൽ എൻ്റെ റബ്ബ് ഉദ്ദേശിക്കണം എന്ന് അതേ സംഭവിക്കുകയുള്ളൂ. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് ഞാൻ.
എന്തുകൊണ്ട്? വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമ, എല്ലാറ്റിനെയും സംബന്ധിച്ചുള്ള ജ്ഞാനം എന്റെ റബ്ബ് കൃത്യമായി അറിയുന്നവനും ആ അറിവിൽ ആ ജ്ഞാനത്തിൽ വൈപുല്യം വിപുലതയുള്ളവനുമാണ്, വിശാലമായി അറിയുന്നവനാണ്. വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമ അഫലാ തദക്കറൂൻ, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല? എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവയെ ഞാൻ എങ്ങനെ പേടിക്കും? വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, ഒരു പ്രമാണവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ലാത്തവയെ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് നിങ്ങൾക്ക് പേടിയില്ല. അള്ളാഹുവിനെ നിങ്ങൾക്ക് ഭയമില്ല. ആ അള്ളാഹു ആരാണ്? ആ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതിന് പകരം ഒരു പ്രമാണവും ഒരു തെളിവും നിരത്താൻ കഴിയാത്ത നിലയിൽ ഉള്ളവയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് പേടിയില്ല. പിന്നെ ഞാൻ എന്തിനാ നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവയെ ഞാൻ പേടിക്കേണ്ട ആവശ്യം? എനിക്കൊട്ടും ഭയമില്ല. ഫഅയ്യുൽ ഫരീഖൈനി അഹഖ്ബു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ, ഈ രണ്ട് വിഭാഗത്തിൽ ആരാണ് ഏറ്റവും വലിയ നിർഭയത്വമുള്ളവൻ, നിർഭയത്വത്തിന് അവകാശി ആരാണ്? ഫഅയ്യുൽ ഫരീഖൈനി അഹഖ്ബു ബിൽ അംൻ, നിങ്ങൾ അള്ളാഹു യാതൊരു പ്രമാണവും അയച്ചിട്ടില്ലാത്ത ഒരു പിൻബലവുമില്ലാത്ത പലതിനെയും നിങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുന്നു, എന്നിട്ട് നിങ്ങൾ അവയെ ഭയപ്പെടുന്നു. എന്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ, നമ്മൾ രണ്ടിൽ ആരാണ് അഹഖ്ബു ബിൽ അംൻ, യഥാർത്ഥ സമാധാനത്തിനും യഥാർത്ഥ നിർഭയത്വത്തിനും ഏറ്റവും അർഹതയുള്ളത് ഈ രണ്ട് വിഭാഗത്തിൽ ആരാണ്? നിങ്ങൾക്ക് വല്ല അറിയെങ്കിൽ ഒന്ന് പറഞ്ഞതാ, ഇൻ കുന്തും തഅലമൂൻ. എന്നിട്ട് അവസാനം അവരോട് പറഞ്ഞു കൊടുക്കണം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമി ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുന്നവർ, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ വിശ്വാസത്തെ ഏറ്റവും വലിയ അക്രമമായ ശിർക്കുമായി കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വം, വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിക്കുന്നവർ. നിർഭയത്വത്തിന്റെയും സമാധാനത്തിന്റെയും സന്മാർഗം പ്രാപിക്കുന്നതിന്റെയും മരണാനന്തര ജീവിതത്തിൽ സൗഭാഗ്യം നേടിയെടുക്കുന്നതിന്റെയും ബേസ്, അടിത്തറ, ശുദ്ധമായ കറകളഞ്ഞ തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള വിശ്വാസമാണ്. അതിൽ എന്ത് കലർന്നാലും അത് നിർഭയത്വത്തിന് ഹാനിയുണ്ടാക്കും, സമാധാനത്തിന് ഭംഗം വരുത്തും. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും നല്ല ചിന്തനീയമായ രൂപത്തിൽ ആ മനുഷ്യരോട് പറഞ്ഞു കൊടുത്തത്. അവർ ഉൾക്കൊണ്ടില്ലേ, അത് വേറെ വിഷയം. അത് പ്രബോധകന്റെ ബാധ്യതയല്ല, പറഞ്ഞു കൊടുക്കലേ ഉത്തരവാദിത്വമുള്ളൂ. അവരെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ട ബാധ്യത ഒരു പ്രബോധകനില്ല. അന്നും ഇല്ല, ഇന്നും ഇല്ല, എന്നും ഇല്ല. കാര്യം ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. പിന്നുണ്ടായ ചരിത്രമൊക്കെ നമുക്കറിയാം, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. മുഴുവൻ പ്രവാചകന്മാരും ലോകത്ത് മനുഷ്യന് സന്മാർഗദർശനം നൽകാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച മുഴുവൻ പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി ഒരേ സ്വരത്തിൽ ഏറ്റവും ആദ്യം ജനങ്ങളോട് പറയുകയും പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വിഷയമാണ് ഖുർആൻ പറഞ്ഞതുപോലെ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദു, ആരാധനക്കർഹൻ ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് സന്ദേശം നൽകാതെ ഒരൊറ്റ പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. മനുഷ്യരിലേക്ക് ഏറ്റവും ആദ്യമായി ഒരു സമൂഹത്തിലേക്ക് നിയുക്തനായ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ളത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആ പ്രവാചകൻ മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ലോകത്തിന്റെ ഏതേത് കോണിൽ ഏതൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാരൊക്കെ ശ്രമിച്ചത് ഇതിനു വേണ്ടി, അത് തൗഹീദിന്റെ സംസ്ഥാപനത്തിനും ഷിർക്കിന്റെ ഉച്ചാടനത്തിനും വേണ്ടി. അവർ അനുഭവിച്ച ത്യാഗങ്ങൾ മുഴുവൻ അതിനു വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി മാത്രമാണ് അവർ ബുദ്ധിമുട്ടുകൾ സഹിച്ചത്, ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നത്. ഇന്നും തൗഹീദായി പറയുന്നവരുടെ അവസ്ഥ അത് തന്നെയാണ്. ഒരു വ്യത്യാസം ഇന്നും സംഭവിച്ചിട്ടില്ല എന്ന് നാം തിരിച്ചറിയുക.
അപ്പൊ പ്രവാചകന്മാരുടെ പ്രബോധന ഐക്യമാണ് ഈ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലെ 25-ാമത്തെ വചനമാണത്. അതുപോലെ മനുഷ്യൻ ഒരൊറ്റ സമുദായമായി നിലകൊള്ളാനുള്ള ഏറ്റവും ബേസിക്കലായുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശവും അതാണ്. സൂറത്തുൽ അംബിയായില് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രം ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. പല പല പ്രവാചകന്മാരുടെയും. നൂഹ് നബിയെ കുറിച്ച് പറയുന്നുണ്ട്, സുലൈമാൻ നബിയെ കുറിച്ച് പറയുന്നുണ്ട്, ദാവൂദ് നബിയെ കുറിച്ച് പറയുന്നുണ്ട്, അയ്യൂബ് നബിയെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയ, നിങ്ങൾ ആ പേര്, ആ സൂറത്തിന്റെ പേര് തന്നെ പ്രവാചകന്മാരെന്നാണ്, അൽ അംബിയ എന്നാണ്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ ഓരോ ജീവിതത്തിലെ ഓരോ ദിശാസന്ധികളിലും അവർക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ എങ്ങനെ തരണം ചെയ്തു എന്നും അത് ഏത് രൂപത്തിലായിരുന്നു എന്നും ഒക്കെ കൃത്യമായി, രോഗം കൊണ്ട് വിഷമിച്ചവരെ കുറിച്ച്, മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ ആളിനെ കുറിച്ച്, അതുപോലെ തന്നെ അധികാരവും മറ്റ് സ്ഥാനമാനങ്ങളും പദവികളൊക്കെ ഉണ്ടായിരുന്ന സുലൈമാൻ നബിയെ കുറിച്ചും ദാവൂദ് നബിയെ കുറിച്ചും ഒക്കെ പരാമർശിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം. വഅന റബ്ബുക്കും ഫഅ്ബുദൂൻ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, എനിക്ക് മാത്രം നിങ്ങൾ ആരാധന ചെയ്യുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഐക്യത്തിന്, ഭദ്രമായ ഐക്യത്തിന്, എന്നെന്നും മനുഷ്യൻ ഒരൊറ്റ സമുദായമായി നിലകൊള്ളുന്നതിന് നിശ്ചയിച്ച മാനദണ്ഡം അതാണ്. അതിൽ നിന്ന് വ്യതിചലിച്ച് ഷിർക്കിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയത് മുതലാണ് മനുഷ്യ സമൂഹത്തിൽ അനൈക്യവും ഛിദ്രതയും ഭിന്നിപ്പും ഉണ്ടായി തുടങ്ങിയത് എന്ന് ഖുർആൻ പരിശോധിച്ച് നോക്കുന്ന ഏത് നിഷ്പക്ഷമതിക്കും വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് വിത്ത് പാകിയത്, അനൈക്യത്തിന്റെ, ഭിന്നതയുടെ, ഛിദ്രതയുടെ വിത്ത് പാകിയത് ഈ ഷിർക്കാണ്. അതാണ് പ്രവാചകന്മാരൊക്കെ എതിർക്കപ്പെടാനുണ്ടായ കാരണം. ജനങ്ങൾ വെച്ച് പുലർത്തുന്ന വിശ്വാസ പ്രമാണങ്ങൾ അത് എന്ത് തലതിരിഞ്ഞ വിശ്വാസമായിരുന്നാലും, മൂഢവിശ്വാസമായിരുന്നാലും, ആ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ വിശ്വാസത്തിലേക്ക് പ്രവാചകന്മാർ അവരെ തിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നതാണ് അവർ ആ സമൂഹത്തിന്റെ മുമ്പിൽ ചെയ്ത തെറ്റായി അവരെടുത്തു പറയുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇബ്രാഹിം നബിയുടെ ചരിത്രവും മൂസാ നബിയുടെ ചരിത്രവും ഒക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിരുന്നു? ഖുറൈശികൾക്ക് അല്ലമീനായിരുന്നു, അസ്സാദിഖായിരുന്നു, വിശ്വസ്തനായിരുന്നു, സത്യസന്ധനായിരുന്നു. ആർക്കും ഏത് പ്രശ്നത്തിനും പരിഹാരം നിർദ്ദേശിക്കാൻ എല്ലാവർക്കും ഓടി അണയാനുള്ള ഒരേ ഒരു അത്താണി മുഹമ്മദായിരുന്നു. മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയായിരുന്നു. അങ്ങനെ റസൂലായി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനം തുടങ്ങി, സത്യദീനിലേക്ക് ദഅവത്ത് തുടങ്ങി. അപ്പൊ സ്വഭാവം മാറി. ഏത് നാവുകളാണോ മുഹമ്മദ് നബി അല്ലമീൻ എന്ന് വിശേഷിപ്പിച്ചത്, അതേ നാവുകൾ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കള്ളനെന്നും ആഭിചാരക്കാരനെന്നും കവിയെന്നും മോശക്കാരനെന്നും ഭ്രാന്തനെന്നും തലക്കെന്തോ ബാധിച്ചവനെന്നും വരെ, സിഹിർ ബാധിച്ചവനെന്ന് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ആക്ഷേപിച്ചു, ആരോപിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു, നാടുവിടേണ്ടി വന്നു. ചരിത്രം അറിയാം നമുക്ക്. ഇവിടെ ഒക്കെ നമുക്കിത് വ്യക്തമായി പൊങ്ങി വരുന്ന ഒരു കാര്യം ഇതാണ്. നമ്മളും പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വിശ്വാസികളാവില്ല. കാരണം ഷഹാദത്തിന്റെ രണ്ട് കലിമത്ത് അതാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് ഷഹാദത്തിന്റെ രണ്ട് കലിമത്ത്. അത് പ്രഖ്യാപിച്ച് അതിനനുസരിച്ച് ജീവിതം പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. ആ ബാധ്യതയിൽ നിന്ന് അവൻ അകന്നു പോയാൽ സംഗതി കുലുമാലാവും. അള്ളാഹുവിന്റെ വഹദാനിയത്ത്, അവന്റെ ഏകത്വം എന്ന് പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളിലുണ്ട്. 1 റുബൂബിയ്യത്തിലുള്ള ഏകത്വം, 2 ഉലൂഹിയ്യത്തിലുള്ള ഏകത്വം, 3 അസ്മാ സിഫാത്തിലുള്ള ഏകത്വം. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുസ് സിഫാത്തി, അള്ളാഹുവിന്റെ വിശേഷണങ്ങളുള്ള അസ്മാ സിഫാത്തിലുള്ള ഏകത്വം. ഇത് 3മാണ് കറകളഞ്ഞ രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതിൽ റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക, പരിപാലിക്കുക, മഴ വർഷിപ്പിക്കുക
ഈ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. റബ്ബുൽ ആലമീൻ, അതാണല്ലോ വിശേഷണം. റബ്ബുൽ ആലമീൻ, അതാണ് റബ്ബ്. അതിൽ മാത്രമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ലോകത്ത് ഇപ്പോൾ ബഹുദൈവ വിശ്വാസികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന് പുറമെ പലരെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും അത് ഇരുത്തിയതായാലും കിടത്തിയതായാലും വരച്ചു വെച്ചതായാലും ഏതായാലും ശരി, അവരൊന്നും തന്നെ ആരാണ് മഴ വർഷിപ്പിക്കുന്നത് ചോദിച്ചാൽ അവരാണെന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ല. അവർ പറയുകയില്ല, മുമ്പും പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലേക്ക് ക്ഷണിച്ച അക്കാലത്തും പറഞ്ഞില്ല, ആരും സമ്മതിച്ചില്ല. വേറെ ആരോ ആണ് ഇത് ചെയ്യുന്നത് എന്ന്. അതാണ് ഖുർആൻ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും ലളിതമായി മനസ്സിലാകുന്ന ശൈലിയിൽ പറഞ്ഞത്, യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. എത്ര ഒരൊറ്റ ആയത്ത് മതി സത്യത്തിൽ ഒരു മനുഷ്യൻ മുവഹിദാകാൻ. വേറെ ഒന്നും വേണ്ട, എല്ലാം ഈ വചനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങളെയും നിങ്ങളുടെ മുമ്പ് വന്നവരെയും മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാരോ അവനാണ് നിങ്ങളുടെ റബ്ബ്. റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. എന്തേ കാരണം? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നു. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ മേൽപ്പുരയാക്കി തന്നു. വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് വെള്ളം വർഷിപ്പിച്ചെന്നു, മഴ വർഷിപ്പിച്ചെന്നു. എന്നിട്ട് അതുകൊണ്ട് എന്താണ് സസ്യലതാദികളൊക്കെ മുളപ്പിച്ചു, കായ്കനികൾ ഉണ്ടാക്കി. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് അള്ളാഹുവാണ്. ഇതൊക്കെ ഈ അള്ളാഹുവാണ്, ഈ സൃഷ്ടികർത്താവാണ്, ഈ ദൈവമാണ്, ഈ ഈശ്വരനാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, അറിയാമല്ലോ, എന്നിട്ട് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കരുത്. എത്ര ഹൃദ്യമാണ്, ചിന്തനീയമാണ്. അതാണ് റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. അതിൽ ഒരു മറ്റാർക്കും പങ്കുണ്ടെന്ന് അങ്ങനെയുള്ള ആൾക്കാർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഖുർആൻ തന്നെ അക്കാര്യം എടുത്തു പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലിക്കു السمع والابصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الامر فسيقولون الله افلا تتقون فذلكم الله ربكم الحق. കൃത്യമായി മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നിലയിൽ അള്ളാഹുവിന്റെ ഏകത്വം ബോധ്യപ്പെടുത്തിയതാണ് റുബൂബിയ്യത്ത്. ആരാണ് നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് ആഹാരം നൽകുന്നത്? ആരാണ് കേൾവിയും കാഴ്ചയും ഒക്കെ അധീനപ്പെടുത്തിയിട്ടുള്ളത്? ആരാണ് മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് മരണപ്പെട്ടതിനെയും പുറപ്പെടുവിക്കുന്നത്, പുറത്തു കൊണ്ടുവരുന്നത്? വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണ്? അവർ ഒരു മടിയില്ലാതെ പറഞ്ഞു, ഫസയഖൂലൂൻ, അവർ പറയും അല്ലാഹു. അവരും അറബി ഭാഷയിൽ അല്ലാഹു എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടാണ് മുഹമ്മദ് നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ എതിർത്തത് എന്നുള്ളത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. എന്നിട്ട് ചോദിക്കണം, അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്തേ സൂക്ഷ്മത പുലർത്താത്തത്? ദാലികുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ് ഫദാലികുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ്, അതാണ് നിങ്ങളുടെ യഥാർത്ഥ റബ്ബ്. ഇതാണ് റുബൂബിയ്യത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്ന വചനങ്ങളിൽ ചെയ്തത്. ഇവിടെ മുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന ചോദ്യത്തിന് അല്ലാഹു ആണ് എന്നാണ് അവർ മറുപടി പറഞ്ഞത്. കാലം പുരോഗമിച്ചു, നമ്മളുടെയൊക്കെ കാലം എത്തിക്കഴിഞ്ഞപ്പോൾ ആർക്കെങ്കിലും സമ്മതിക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്തെങ്ങാണ്ട് ജീവിച്ച് കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ഈ മുദബ്ബിറുൽ അംർ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ? നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ ഒരു വിശ്വാസിക്ക്? അതല്ലേ ഇപ്പൊ പറയുന്നത്. ഇത് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഇല്ലേ നമുക്ക്? ബാധ്യതയില്ലേ നമുക്ക്? അത് ചെയ്യേണ്ടതില്ലേ നമ്മൾ? മുദബ്ബിറുൽ അംർ ഇങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിങ്ങനെ പ്രസംഗിക്കുക, എഴുതുക, പ്രചരിപ്പിക്കുക, സോഷ്യൽ മീഡിയ മുഴുവൻ കിടന്ന് ഇങ്ങനെ കറങ്ങുക. വല്ലാത്തൊരവസ്ഥ. എങ്ങോട്ടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പോക്ക്? മുദബ്ബിറുൽ അംർ അല്ലാഹുവാണ്, ഒരു സംശയവും വേണ്ട. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്,
അങ്ങനല്ലേ സൂറത്തു സജദ പറഞ്ഞത് നമുക്ക്. ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അല്ലാഹു. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. ഖുർആൻ നഗ്നമായ ലംഘനമല്ലേ ആ പറയുന്നത്? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മൗനം പാലിക്കലാണോ നാം ചെയ്യേണ്ടത്? വിശ്വാസരംഗം കുറ്റമറ്റതാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വാക്കുകളിൽ ഒതുങ്ങിയാൽ പോരാ, പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയുന്നതുകൊണ്ട്. അപ്പൊ റുബൂബിയ്യത്തിലുള്ള തൗഹീദ്, മറ്റൊന്ന് ഉലൂഹിയത്താണ്, ആരാധനയിലുള്ള തൗഹീദ്. ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രം. സത്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അതാ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന്. ഉബൂദിയ്യത്ത്, ആരാധനക്കർഹൻ അവനേ ഉള്ളൂ, വേറെ ആർക്കും അതിന് അർഹതയില്ല. അത് തന്നെയാണ് ഇബ്രാഹിം നബി ചോദിച്ചത്, നിങ്ങൾ എന്തേ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് എന്തേ ഒരു ഭയമില്ലാത്തതെന്നൊക്കെ ഇബ്രാഹിം നബി ചോദിച്ച ചോദ്യം അതാണ്. അത് വളരെ കൃത്യമായി നമുക്കൊക്കെ പറ്റുന്ന ഒരു പാളിച്ചയിൽ പെടുന്നതാണ് ഈ പറഞ്ഞ. മറ്റേലൊന്നും നമുക്ക് ആർക്കും നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും വല്ല തലയ്ക്ക് സ്ഥിരമില്ലാത്ത സന്ദർഭങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ആരും അംഗീകരിക്കാൻ തയ്യാറില്ല. പക്ഷേ അത് അംഗീകരിക്കുന്ന നമ്മിൽ പോലും പലപ്പോഴും വരുന്ന തെറ്റായ കാഴ്ചപ്പാടുകളുണ്ട്. എന്താണ് അത്? ഉലൂഹിയത്തിലുള്ള ഏകത്വമാണ്. പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുക. അദ്ദുആഉ മുഖുൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന തന്നെയാണ് ആരാധന, ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന. നമ്മളുടെ പ്രഖ്യാപനം എന്തായിരിക്കണം? അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാകണം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അതിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. ഈ ഒരു മനസ്സാന്നിധ്യം, ഈ ഒരു നിശ്ചയദാർഢ്യത, പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരിലേക്ക് എന്നിൽ നിന്ന് പോകില്ല. ഇതൊരു പ്രഖ്യാപനമാണ്, നബി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. സൂറത്തുൽ ജിന്ന്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഇല്ല, ഒരിക്കലും ആ പ്രാർത്ഥനയിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. എന്തേ അതിന് കാരണം? അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. വല്ലദീന തദഊനഹു മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഒരു ഈത്തപ്പന കുരുവിന്റെ പാട പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത, ഉടമപ്പെടുത്താൻ കഴിവില്ലാത്ത പലതിനെയും വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതിന്റെ നിരർത്ഥകത, ശൂന്യത, അതിൽ യാതൊരു കാര്യവുമില്ല എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അതുപോലും അവർക്ക് ഉടമയാക്കാൻ കഴിയില്ല. ലാ യസ്തതിഊന നസ്റക്കും വലാ അൻഫുസഹും യൻസുറൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരെ തന്നെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല, പിന്നെ അല്ലേ ബാക്കിയുള്ളവരെ സഹായിക്കാന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബൂ ലക്കും. ഇനി കേട്ടു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുക, എന്നാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല. അള്ളാഹു ഉത്തരം ചെയ്യൂല, അവർ കേൾക്കൂല എന്ന് പറയുമ്പോൾ അവർ കേൾക്കും, അവർ ഉത്തരം ചെയ്യും എന്നൊരാള് പറഞ്ഞാൽ, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു മനുഷ്യനോ ഒരു വ്യക്തിയോ ഏതാനും വ്യക്തികളോ ചേർന്ന് അതല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? ഖുർആൻ പറഞ്ഞത് അംഗീകരിക്കും, അള്ളാഹു പറഞ്ഞത് അംഗീകരിക്കും, അതേ മനുഷ്യന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഏത് അംഗീകരിക്കാൻ നമുക്ക് കഴിയുക? ഒരു സംശയം വേണ്ട, അള്ളാഹു പറഞ്ഞതേ നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ അക്കാര്യം ചോദിക്കുന്നത്. അള്ളാഹു എന്തെങ്കിലും ഒരു ഉപദ്രവം, ഒരു ബുദ്ധിമുട്ട് നമുക്ക് തീരുമാനിച്ചാൽ അത് തട്ടിക്കളയാൻ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് കഴിയുമോ? അള്ളാഹു ഒരു റഹ്മത്താണ് ഉദ്ദേശിച്ചെങ്കിൽ ആ റഹ്മത്ത് പിടിച്ചു വെക്കാൻ ഇവറ്റകൾക്കാകുമോ? ഖുർആനിൽ നൂറുകണക്കിന് ആയത്തുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി വന്നത്. എല്ലാം കൂടി പ്രതിപാദിക്കുന്നത് ശരിയല്ല, സമയവുമില്ലല്ലോ. എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും തീരൂല, അത്രയേറെയുണ്ട് ആ ഖുർആനിലെ വചനങ്ങൾ ഇതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ഒരു ചോദ്യം മാത്രം, എന്താണ്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹു പോരെ അവന്റെ ദാസന്? ഈ ചോദ്യത്തിന് എന്താ ഞാനും നിങ്ങളും മറുപടി കണ്ടെത്തുന്നത്? അള്ളാഹു പോരെ അവന്റെ ദാസന്? പോരാന്നാണോ? അതേ ഹസ്ബി അല്ലാന്നാണോ നമ്മളുടെ പ്രഖ്യാപനം? അതേ ഹസ്ബുൻ അല്ലാന്നാണോ നമ്മളുടെ പ്രഖ്യാപനം? അതല്ല വേറെ ചില ആൾക്കാരും കൂടി വേണം എന്നാലേ രക്ഷയുള്ളൂ എന്നാണോ നമ്മളുടെ പ്രഖ്യാപനം? ഇവിടെയാണ് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. ഇതാണ് ഗൗരവമുള്ള വിഷയം. വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അല്പം വിഷം കലർത്തിയിട്ട്
നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ പിശാച് കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ പോലും ശിർക്കുണ്ടാകുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ജനങ്ങളിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞത് ഖുർആനാ. അതിൽ നമ്മൾ പെടരുത്, അതിൽ നമ്മൾ ഉൾപ്പെട്ടു പോകരുത്. കാരണം എന്തേ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാഹു ഒരിക്കലും പൊറുക്കൂല, ഒരിക്കലും പൊറുക്കൂല. അതല്ലാത്തവൻ പുറത്തുനിന്നിരിക്കും. ഇതാണ് വിഷയം. തന്നെയുമല്ല, നാം നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഈ അമലുകളൊക്കെ പാളീസായി പോകും, നഷ്ടപ്പെട്ടു പോകും. ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. അള്ളാഹുവിൽ പങ്കു ചേർത്താൻ നബിയോടാ പറയുന്നത്. നീ എങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, നമ്മളോടൊക്കെയാണ് ആ പറയുന്നത്, നിന്റെ അമലുകൾ പോകും, നീ നഷ്ടകാരികളുടെ ഗണത്തിൽ പെട്ടുപോകും. എത്ര സൂക്ഷിക്കണം, ആലോചിച്ചു നോക്ക്. അപ്പൊ നമ്മളിൽ ഇത് ഉണ്ടാകുമോ? ഉണ്ടാകാം. ഉണ്ടാകുന്നതിന് ഒന്ന്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുക. ഇതൊക്കെ അങ്ങോട്ട് പോണ പോക്കാണ്. ശ്രദ്ധിക്കണം, ജാഗ്രത ഉണ്ടാകണം. കാരണം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനവും കൂടി നമ്മൾ ഇത് ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതെ ജീവിക്കാൻ കഴിയാന്നുള്ള വലിയ അനുഗ്രഹമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലെ സഹോദരന്മാരോട് പറഞ്ഞ വാക്കുകൾ അതാണ്. ദാലിക മിൻ ഫളില്ലാഹി അലൈനാ വഅലന്നാസ് വലാകിന്ന അക്സറന്നാസ് ലാ യശ്കുറൂൻ. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ ഫളിലാണ് എന്നാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഫളില് നഷ്ടപ്പെടുത്തുകയാണ് ശിർക്ക് വന്നാൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്ത ഒരു കാര്യം. ഞാനും നിങ്ങളും മരിക്കണം. മരണപ്പെടുമ്പോൾ നമ്മളുടെ ജനാസ മുന്നിൽ കൊണ്ടുവച്ച് നമുക്ക് വേണ്ടി നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക്, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിശ്രമവും ഈ അധ്വാനവും നമ്മൾ ഈ പ്രചരണവും ഒക്കെ അത് ലക്ഷ്യം വെച്ചുകൊണ്ടാകണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആളുകൾ എനിക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകണം. എന്താ അതിന്റെ ഗുണം? പ്രവാചകൻ പറയുന്നു, ഒരു ജനാസയ്ക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആളുകൾ നമസ്കരിച്ചാൽ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ ആ ശഫാഅത്ത് അള്ളാഹു സ്വീകരിക്കുന്ന. കുറെ മനുഷ്യന്മാർ നിസ്കരിച്ചാലെന്നല്ല പറഞ്ഞത്, 40 ആളുകളുടെ എണ്ണം പറഞ്ഞിട്ട് പ്രവാചകൻ പറയുകയാണ് അവർ ശിർക്ക് വെക്കാത്തവരായിരിക്കണം. അപ്പൊ പ്രിയമുള്ളവരെ, മയ്യത്ത് നമസ്കരിക്കുന്നവരിൽ ശിർക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും തന്നെയല്ലേ? വേറെ ആരുമല്ലല്ലോ, പുറത്തുനിന്ന് ആരും വന്നല്ലല്ലോ. ചിന്തിക്ക്, ആലോചിക്ക്, അകന്നു നിൽക്കുക അത്തരം വിശ്വാസത്തിൽ നിന്ന്. ജീവിതത്തിൽ നിർഭയത്വവും സമാധാനവും പരലോകത്ത് നിത്യ സൗഭാഗ്യവും വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ എങ്കിൽ കറകളഞ്ഞ സംശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള വിശ്വാസം, കുറ്റമറ്റ നിലയിലാണ് എൻ്റെ വിശ്വാസം എന്ന് ഞാൻ ഉറപ്പിക്കുക, നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കുക. അതല്ല ജീവിതത്തിൽ എന്തെങ്കിലും വെല്ലുവിളികളും കഷ്ടപ്പാടുകളും വരുമ്പോൾ അള്ളാനെ വിട്ട് ബാക്കിയുള്ളവരിലേക്ക് പരക്കം പായുന്ന മനസ്സാണോ നമ്മുടെ മനസ്സ്? അതല്ല, അതും കൂടി അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായ കാര്യമാക്കി തീർക്കാൻ കഴിയുമോ? നമുക്ക് ശാന്തി ഉണ്ടാകുമോ? നമുക്ക് സമാധാനം ഉണ്ടാകുമോ? നമുക്ക് ഇഹത്തിലും സമാധാനം, പരലോകത്തും സമാധാനം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യമായി ഖുർആൻ ചോദിച്ചത്. ഈ അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ അല്ലദീന ആമനു യൽബിസു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അപ്പൊ നിർഭയത്വവും സമാധാനവും ആണ് നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം, ഇഹത്തിലും പരത്തിലും. എങ്കിൽ ഇതും കൂടി, ഇതിന്റെ ഗൗരവവും കൂടി നാം ഒന്ന് കാണുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ ശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു യഥാർത്ഥ മുവഹ്ഹിദുകളായി ജീവിക്കുവാനും മരണപ്പെടുവാനും നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പണ്ട് മലയാളത്തിലൊരു കവി പറഞ്ഞ ഒരു ഈരടിയുണ്ട്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ.
ഇന്ന് ആ കവിയെങ്ങാനും വന്നാൽ ഈ കവിത അയാൾ തിരുത്തും. ഇന്നത്തെ ഇന്ത്യയുടെയും നമ്മുടെ നാടിൻ്റെയൊക്കെ അവസ്ഥ പരിശോധിച്ചാൽ ഒരു സംശയമില്ല. ആ രൂപത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിതമായ ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75-ാം വാർഷികം ഇപ്പോൾ ആഘോഷിച്ച് പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും പല സംഘടനകളൊക്കെ ആഘോഷിച്ച് അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 1949 നവംബർ 26-നാണ് അതിന് അംഗീകാരമുണ്ടായത്. അപ്പോൾ 75 വർഷം പിന്നിടുകയാണ്. ഈ 75 വർഷം പിന്നിടുന്ന 26-ന് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായി. എന്താണ് ആ വിധി? ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട 1-2 വാക്കുകൾ, ഒന്ന് മതനിരപേക്ഷത, മറ്റൊന്ന് സെക്യുലറിസം, മതനിരപേക്ഷതയും അതുപോലെ തന്നെ സോഷ്യലിസവും, ഇത് രണ്ടും ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആ മനസ്സുമായി ജീവിക്കുന്നവരാണ് ഇപ്പൊ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരിൽ നിന്ന് ചില ആളുകൾ കൊണ്ടുപോയി ഹർജി കൊടുത്തു, ഇത് രണ്ടും വാക്കും മാറ്റണം. ഏതായിരുന്നാലും ഒരുപാട് അന്യായങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെങ്കിലും ഇതിൽ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ജീവനുമായി ഇഴുകിച്ചേർന്ന വാക്കുകളാണ്, അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ശക്തമായ ഒരു വിധിയിലൂടെ ആ നീക്കത്തെ തടയിട്ടു. പക്ഷെ അങ്ങനെ തടയിട്ടപ്പോഴും ഈ രാജ്യത്ത് മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ മതം വിശ്വസിക്കാൻ, ഇവിടെ ഓരോരുത്തർക്കും അവരവരുടെ മതം വിശ്വസിക്കാൻ, ആരാധനാലയങ്ങൾ ഉണ്ടാക്കാൻ, നമസ്കരിക്കാൻ, അതുപോലെ എന്ത് ആരാധനയാണോ അത് ചെയ്യാൻ, മതപ്രചരണം നടത്താൻ, അള്ള ഉണ്ടെന്ന് പറയാനോ ഇല്ല എന്ന് പറയാനോ ഒന്നേ ഉള്ളൂ എന്ന് പറയാനോ ഒക്കെയുള്ള ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നൽകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ. അത് ഇപ്പോൾ കുറേശ്ശെയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ആ കവിത ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. എത്രത്തോളം ഓരോ പള്ളികൾ ഓരോ കാര്യം പറഞ്ഞ് ഒരു കടലാസുമായിട്ട് ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, ആ കടലാസ് കൊടുക്കുമ്പോഴേക്കും മജിസ്ട്രേറ്റ് ഉടനെ തന്നെ സർവേ നടത്താൻ ആഹ്വാനം ചെയ്യുക. അങ്ങനെ സർവേ നടത്താൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പം കുറേ വർഗീയവാദികളും കൂടെ ചേരുക. എന്നിട്ട് അത് ആ നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ഇപ്പോൾ ഒരു പള്ളി അങ്ങനെ തന്നെ പോയി അമ്പലമാക്കി മാറ്റി, ബാബരി മസ്ജിദ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ അന്ന് അതിന് തടയിട്ടിരുന്നു എങ്കിൽ ഉറപ്പാണ് ഈ ജാതി കാര്യം പിന്നെയും കടലാസുകളുമായി ആരും പോകുമായിരുന്നില്ല. പക്ഷേ ഇപ്പം സംഭവിച്ചത്, സംഭൽ എന്ന് പറയുന്ന യുപിയിലെ ജില്ലയിൽ ഷാഹി മസ്ജിദ് എന്ന് പറയുന്നത്, അതും ഒരു കടലാസ് ആരോ കൊണ്ടുപോയി കൊടുത്ത് ആ കടലാസ് കയ്യിൽ കിട്ടി മണിക്കൂറുകളാകുന്നതിന് മുമ്പ് തന്നെ ഉടനെ തന്നെ അതിൻ്റെ സർവേക്കുള്ള ഓർഡർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നമ്മൾ വായിച്ചതാണ്, വായിക്കാത്ത കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നിട്ട് 5-6 ആൾക്കാർ വെടിയേറ്റ് മരിച്ചു. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്നർത്ഥം. വല്ലാത്ത ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായി പടച്ചവനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഈ ഉമ്മത്തിൻ്റെ നിലനിൽപ്പിനും നന്മയ്ക്കും വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അത്തരം മനുഷ്യന്മാരുടെ മനസ്സുകൾ. ഇപ്പം ഇതാ അജ്മീർ, പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും പോയി തൊഴുകുന്ന സ്ഥലമാണ് അജ്മീർ. ഇപ്പം അതിന് അവകാശവാദം ഉന്നയിച്ചു വന്നിരിക്കുന്നു. ഇനി നാളെ ഒരു കടലാസ് കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്തിട്ട് ഈ പള്ളി ഇത് പണ്ട് ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ വന്നാൽ ഉടനെ ഒരു വാറോലയ്ക്ക് മറുപടി, അന്വേഷണം അല്ലെങ്കിൽ പരിശോധന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എന്ന്. അതുമല്ല, ആ വെടിയേറ്റ കുടുംബത്തിനെ സമാധാനിപ്പിക്കുവാനും ആശ്വസിപ്പിക്കാനും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയും ഉത്തരവാദപ്പെട്ട ആളുകൾ ചെന്നിട്ട് മൈലുകൾക്ക് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം വെച്ച് തടഞ്ഞ് അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഇത് വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവന്നാലും അന്വേഷിക്കുന്നവരും കുറ്റശിക്ഷ നടപ്പിൽ വരുത്തേണ്ടതും ഒക്കെ ഒരേ കോലമാണ്. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? പടച്ചവന്റെ ഖഹർ തന്നെ അല്ലാതെ ഒന്നും ഇല്ല എന്ന ഒരു രൂപം നമ്മുടെ മുമ്പിലേക്ക് തെളിച്ചു വരികയാണ്. അക്കാര്യം ഓർക്കുക. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഈ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റൊരു കാര്യം, രണ്ടാമതൊരു കാര്യം ഉണർത്താനുള്ളത്, ഇന്ന് നവംബർ 29-ആണ്. എല്ലാ വർഷവും നവംബർ 29-ന് ഒരു കാര്യം നടക്കുന്നുണ്ട്, നമ്മളാരുടെ ശ്രദ്ധയിൽ പെട്ടുപോകാത്തതാണ്.
ശ്രദ്ധയിൽ വരാത്ത കാര്യങ്ങളാണ്. അത് അന്താരാഷ്ട്ര ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനമാണെന്ന് UN അംഗീകരിച്ചതാണ്. നവംബർ 29 അന്താരാഷ്ട്ര ഫലസ്തീൻ സോളിഡാരിറ്റി ഡേ, ഐക്യദാർഢ്യ ദിനം. നമ്മൾ മറന്നു പോകരുത് ഇന്നത്തെ ഫലസ്തീനികളുടെ അവസ്ഥ, ഇന്നത്തെ ഫലസ്തീനികളുടെ സ്ഥിതിവിശേഷം നമ്മൾ മറന്നു പോകരുത്. എത്ര മാസമായി കൊല്ലാൻ തുടങ്ങിയിട്ട്? കൊല്ലലല്ലാതെ ഒന്നും അവിടെ നടക്കണില്ല. ലോകത്ത് പലരുമുണ്ട്, ചിലരതിന് ഫുൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു, ചിലർ മിണ്ടാതെ ഇരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ഏതായാലും ആ കൂട്ടക്കൊലയ്ക്ക് അറുതി വരുത്താൻ എത്രയും വേഗം കഴിയുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരോടുള്ള മാനസികമായ ഐക്യദാർഢ്യം ആ കുഞ്ഞുങ്ങളോട്, ആ നാട്ടിലെ സഹോദരിമാരോട്, അവിടുത്തെ മനുഷ്യന്മാരോട്. അവർ ഏതാണ്ട് നമുക്കറിയാം 948 ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ തുടങ്ങിയതാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. ഒരു ചെറിയ കാര്യമായി നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് നമ്മൾ അതിഥികളായി വന്ന ആളുകളെ ആതിഥ്യമരല് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ ആട്ടിപ്പായിക്കുന്ന ഒരു ദുരവസ്ഥ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. സപ്പോസ് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. ഇതാണ് അവിടെ നടക്കുന്നത്. വീടില്ല, കുടിലില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും വേഗം മോചനം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ആ വിഷമത്തോടൊപ്പം നമ്മളും ഒട്ടി നിൽക്കുന്നു. അതിനെ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്നും കൂടി നാം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന സർവ്വ ഉമ്മത്തും സർവ്വ മനുഷ്യരും ആ പ്രയാസങ്ങളിൽ നിന്ന് മുക്തരാകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മർദ്ദകന്മാരുടെ ആ നീചമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മർദ്ദിതർക്ക് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വരുമായിരുന്ന ഒരു സഹോദരി ഹസീന, നമ്മളുടെ അബൂക്കയുടെ ഭാര്യ, നമ്മളുടെ ഈ സ്ഥാപനങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഒരു കണ്ണി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ഹസനാത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സയ്യിആത്തുകൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഓപ്പറേഷനിൽ വിധേയമാകുന്നവരുടെ ഓപ്പറേഷൻ അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സിഹ്ഹത്തും ആഫിയത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.